കണ്ണൂരിലെ വൈദേകം റിസോർട്ടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തില്ല. ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജന്റെ കുടുംബത്തിന് ഓഹരി പങ്കാളിത്തമുണ്ടായിരുന്ന റിസോർട്ടാണ് വൈദേകം. പരാതിയിൽ പ്രാഥമിക അന്വേഷണം നടത്തിയിട്ടും തെളിവുകൾ കണ്ടെത്തിയില്ല എന്ന് ഇ ഹൈക്കോടതിയെ അറിയിച്ചു. 24 ബിഗ് ബ്രേക്കാണ്. ശ്രീകാന്ത് ഉണ്ട് വിശദാംശങ്ങളുമായി. ശ്രീകാന്ത്, വൈദേകം റിസോർട്ടിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇല്ല എന്നാണല്ലോ പുറത്തു വരുന്ന വിവരം. വൈദേകം വിവാദമാകുന്നത് ഇ പി ജയരാജന്റെ ബന്ധുക്കൾ അല്ലെങ്കിൽ കുടുംബത്തിന് അതിൽ ഓഹരി പങ്കാളിത്തമുണ്ടെന്നതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, രാജീവ് ചന്ദ്രശേഖരനുമായി ഒരു കൂട്ടുകച്ചവടം ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെയുള്ള ആക്ഷേപങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് അത് വിവാദമായത്. ഏത് സാഹചര്യത്തിലാണ് ഇ അന്വേഷണം വേണ്ട എന്ന തീരുമാനമുണ്ടായിരിക്കുന്നത്? ഹൈക്കോടതിയിലേക്ക് ഈ കേസ് എത്തുന്നത് വേറൊരു പശ്ചാത്തലത്തിലാണ്. അതായത് അജയൻ, മാധ്യമപ്രവർത്തകനായ അജയൻ ഹൈക്കോടതിയിലെത്തി ഒരു കേസ് നൽകുന്നു. ഈ വൈദേകത്തിൽ സാമ്പത്തിക ക്രമക്കേടുകളുണ്ട്, കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ട്, ബിനാമി സ്വത്താണ് അത് എന്ന തരത്തിൽ അദ്ദേഹം ഒരു ഹർജി നൽകുന്നു. അതിന്മേൽ അന്വേഷണം ആവശ്യപ്പെടുന്നു. തുടർന്ന് ഹൈക്കോടതി യോട് പ്രാഥമിക അന്വേഷണം നടത്താൻ ഒരു നിർദ്ദേശം നൽകുകയും ചെയ്യുകയാണ് ഉണ്ടായത്. പിന്നീട് അതിൽ യാതൊരു നടപടിയും ഉണ്ടായില്ല എന്നാണ് കരുതപ്പെട്ടിരുന്നത്. ഏതാണ്ട് ഒരു 4 മാസം അതിൽ ഒരു നടപടിയും ഉണ്ടായില്ല. തുടർന്ന് അജയൻ വീണ്ടും ഹൈക്കോടതിയിലെത്തുന്നു. ഇതിലെന്തായി എന്ന് അറിയണം എന്ന് അദ്ദേഹം കോടതിയിൽ വീണ്ടും ഇത് ഹർജിയായി വരുന്നു. തുടർന്നാണ് നിലപാടറിയിച്ചത്. തങ്ങൾ ഇതിൽ പ്രാഥമിക അന്വേഷണം നടത്തി എന്ന് പറയുന്നു. വേണ്ട തെളിവുകൾ ഇതിൽ ശേഖരിക്കുകയും ചെയ്തു. പക്ഷേ ഈ കേസ് ഏറ്റെടുക്കാൻ തങ്ങൾക്ക് സാധിക്കില്ല എന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. അതിനവർ കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്, സാധാരണ ഒരു കേസ് ഏറ്റെടുക്കണമെങ്കിൽ അതിനൊരു പ്രിഡിക്കേറ്റ് ഒഫൻസ് വേണം, അല്ലെങ്കിൽ ഒരു ഷെഡ്യൂൾഡ് ഒഫൻസ് അതിലുണ്ടാകണം. ഈ വൈദേകവുമായി ബന്ധപ്പെട്ട് ഈ സാമ്പത്തിക ക്രമക്കേടുകൾ ആരോപിക്കുകയും അതോടൊപ്പം തന്നെ ഈ വൈദേകത്തിനെതിരെ ബിനാമി സ്വത്ത് ആരോപണം വരികയും ചെയ്തതല്ലാതെ ഒരു പ്രിഡിക്കേറ്റ് ഒഫൻസ് ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. ഈ പ്രിഡിക്കേറ്റ് ഒഫൻസ് ഇല്ലാത്ത സാഹചര്യത്തിൽ തൽക്കാലം അന്വേഷണം വേണ്ട എന്നവർ തീരുമാനിക്കുന്നു. നേരത്തെ പ്രതിപക്ഷ നേതാവ് അടക്കം ഈ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഇ പി ജയരാജനും അതോടൊപ്പം രാജീവ് ചന്ദ്രശേഖർ, ബി.ജെ.പിയുടെ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി, കേന്ദ്രമന്ത്രി തമ്മിൽ ചില ഇടപാടുകളുണ്ട്, ബിസിനസ് ഇടപാടുകളുണ്ട് എന്ന തരത്തിൽ ആരോപണം വന്നതാണ്. പക്ഷേ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പറയുന്നു തങ്ങൾക്കൊന്നും കണ്ടെത്താനായില്ല, തങ്ങൾ തൽക്കാലം ഇത് അന്വേഷിക്കുന്നില്ല എന്നുള്ളത്. ശ്രീകാന്ത്, ഈ കാര്യത്തിൽ ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇതിൽ ഒരു പ്രാഥമിക അന്വേഷണത്തിൽ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന ഒരു നിഗമനം ഇതിന് കാരണമായിട്ടുണ്ടല്ലേ? അവർ പറയുന്നത് തങ്ങൾ ഇതിലൊരു പ്രാഥമിക അന്വേഷണം നടത്തിയിട്ടുണ്ട്, ഇതിൽ തെളിവും ശേഖരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കേസ് ഏറ്റെടുത്ത് തങ്ങൾക്ക് അന്വേഷിക്കണമെങ്കിൽ അതിലൊരു പ്രിഡിക്കേറ്റ് ഒഫൻസ് വേണം. തങ്ങൾക്ക് മുമ്പ് ഒരു ഏജൻസിയും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു കേസ് പോലും രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഇതാണ് പറയുന്നത്. പിന്നെ ഞങ്ങൾക്കത് ഏറ്റെടുത്ത് അന്വേഷണം നടത്താൻ എങ്ങനെ സാധിക്കും എന്നുള്ളതാണ് അവരുടെ ചോദ്യം. അതവർ കോടതിയിൽ കൃത്യമായി അറിയിക്കുകയും ചെയ്തു. തങ്ങൾക്ക് ഈ കേസ് അന്വേഷിക്കണമെങ്കിൽ തങ്ങൾ നടത്തിയ പ്രാഥമിക അന്വേഷണം കൊണ്ട് മാത്രം ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. ഒരു പ്രിഡിക്കേറ്റ് ഒഫൻസ് വേണം. ഒരു തരത്തിലുള്ള ഒഫൻസ് ഇതിൽ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതിനാൽ ഈ കേസ് ഏറ്റെടുക്കില്ല എന്നവർ അറിയിച്ചിട്ടുണ്ട്. തുടർന്ന് കോടതി പറഞ്ഞത് എങ്കിൽ അത് സത്യവാങ്മൂലമായി കോടതിക്ക് എഴുതി നൽകാൻ പറഞ്ഞിട്ടുണ്ട്. അത് വൈകാതെ എഴുതി നൽകും. അഡ്വക്കേറ്റ് ജയശങ്കർ വി നായരാണ് ഇഡിക്ക് വേണ്ടി ഹാജരായത്. ശരി.